സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോഴേ ആദ്യം ഏതാണ് എവിടുന്നാണ് എങ്ങനെയാണ് പറയേണ്ടതെന്ന് തന്നെ ഒരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ എന്താ പറയുക, ആദ്യം നമുക്ക് ഈ 2-3 റോഡിൻ്റെ കാര്യമായതുകൊണ്ട് നമുക്ക് ആദ്യം 2-3 വീഡിയോ കാണാം, എന്നിട്ട് നമുക്ക് നമ്മുടെ വിഷയങ്ങളിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ആ ഭാഗത്തൊരു കുട്ടി 10ാം ക്ലാസ് വിദ്യാർത്ഥിനി എന്താ പറയുക, ചിക്കാമംഗ്ലൂരിൽ വെച്ചിട്ട് മരിച്ചു. അത് ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുക, സാക്ഷികളില്ലാത്ത മരണം എന്നും കൂടിയും പറയാം. കാരണം 40 അംഗ കുടുംബം സഞ്ചരിച്ചിട്ട് ഒരു കുട്ടിയെ മാത്രം ശ്രദ്ധിക്കാതെ പോയതിൽ ഒരു ദുരൂഹതയിലുണ്ട്. പിന്നെ അടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വാർത്താക്കാർ നമ്മളെ കേരളത്തിലുള്ള ജനങ്ങളെ എന്താ പറയുക, പൊട്ടന്മാരാക്കാണ്. എൻ്റെ അമ്മേ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് കേരളത്തിലെ കേരളത്തിലുള്ള മറ്റുള്ള വാർത്തകൾ, കേരളത്തിന് തന്നെ ഒരുപാട് വാർത്തകളാണ് ദിവസവും. കേരളത്തിൻ്റെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇലക്ഷനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം കൂടുതലും സ്ത്രീകളാണ് വോട്ട് ചെയ്തിട്ടുള്ളത്, പുരുഷന്മാർ കമ്മിയാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, UDFൻ്റെ കോൺഗ്രസിൻ്റെ ഒരു തരംഗമായിരിക്കാനാണ് ഇനി സാധ്യത കൂടുതലാവുക. കാരണം നമ്മുടെ മണ്ണാർക്കാടിലൊക്കെ ഈ ഇലക്ഷൻ പ്രചാരണത്തിനും അതേപോലെ ഇതിനൊക്കെ ഒരുപാട് ആളുകൾ LDFൻ്റെ ഉണ്ടായിരുന്നു, CPMൻ്റെ പാർട്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വോട്ട് ചെയ്യണ ആ സമയത്ത് ആളുകൾ തീരെ ഉണ്ടായിരുന്നില്ല. കാരണം കൂടുതൽ സ്ത്രീകളായിരുന്നു എന്നും കൂടി പറയാം നമുക്ക്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അങ്ങനെ ആകാതിരിക്കില്ല. കാരണം ഇതൊക്കെ ഒരു ടീം വർക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ആര് ജയിച്ചാലും മലയാളിക്ക് എന്താ പറയുക, കഷ്ടം തന്നെ ആവും. കാരണം ഇനി എന്താ പറയുക, നേതാക്കന്മാർ പുതുയുഗ യാത്ര അങ്ങനെയുള്ള ഓരോ കോലാഹലങ്ങളായിട്ടാണ് ഇപ്പോൾ വാർത്താക്കാർ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് കള്ളക്കേസുകളും എന്താ പറയുക, കൊലപാതകങ്ങളും അതേപോലെ തന്നെ കള്ളക്കടത്ത്. ഇപ്പോൾ ശബരിമല കൊള്ള എന്ന് നമ്മൾ കേട്ടു. എവിടെയും ഒരു രാജ്യത്തും കേൾക്കാൻ പാടില്ലാത്ത കൊള്ളയാണ് അത്. എന്താ പറയുക, ഭരിക്കുന്ന ആൾക്കാരനെ, ഭരണത്തിലിരിക്കുന്ന ആൾക്കാരനെ അത് ആരാ എന്താന്നൊക്കെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം. തീർച്ചയായിട്ടും അത് അവർ പറയാത്തതാണ്. കാരണം ഓരോ വാർത്ത, ഇപ്പോൾ പ്രളയത്തെക്കുറിച്ചിട്ടൊരു വാർത്ത ഉണ്ടായിരുന്നു, പ്രളയം ഉണ്ടാക്കിയതാണ്, മാൻമെയ്ഡ് പ്രളയമാണ് എന്നൊക്കെ. അതിനെക്കുറിച്ചിട്ട് ഒരു 1.5-2 ദിവസം വരെ മാത്രമേ ചർച്ച ഉണ്ടായിരുന്നുള്ളൂ. അപ്പത്തിനാണ് ഈ പാലക്കാടത്തെ എന്താ പറയുക, നമ്മുടെ കടമ്പഴിപ്പുറം ഭാഗത്തുള്ള ആ കുട്ടി ബാംഗ്ലൂരിൽ വെച്ചിട്ട് മരിച്ചത്. അത് അന്വേഷണ സംഘം അവിടെ മിസ്സായി എന്ന് അറിഞ്ഞിട്ട് അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാർ പോയി, മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ആൾക്കാർ വന്നില്ല. അവിടെ ഒരുപാട് എന്താ പറയുക, സുരക്ഷയിലുള്ള സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടായിരുന്നു. പക്ഷേ പോലീസുകാർ വന്നപ്പോൾ ഇവരൊന്നും കാണാനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് പോലീസ് നായയെ കൊണ്ടുവന്നിട്ട് നോക്കുമ്പോൾ ഏതോ ഒരു കടയിലേക്കാണ് ഓടിക്കയറിയത് എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ചിട്ടൊന്നും ഒരു അന്വേഷണമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ മലയാള മീഡിയ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് കിട്ടുന്ന, കാരണം ഇപ്പോൾ ഒരു ചാനലിൽ ഉള്ള തന്നെയാണ് മറ്റേ ചാനലിലും വരിക, അപ്പുറത്തെ ചാനലിൽ തന്നെ ഈ ചാനലിൽ ഒക്കെ ഒരേ വീഡിയോ തന്നെയാണ്. പക്ഷെ വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്താ പറയുക, വിരുദ്ധമായിട്ടുള്ള സംസാരമാണ് ഇവർ സംസാരിക്കുന്നത്. കാരണം ആ ഫോട്ടോ എടുക്കുമ്പോൾ ആ കുട്ടി മാറിയിരിക്കുന്നു. ഒരു അവസാനമായിട്ട് ആ കുട്ടിയെ
എന്താ പറയുക, ഇത് ഒരു വലിയൊരു എന്താ പറയുക ഒരു ദുരൂഹത ഉണ്ട്. കാരണം നമ്മൾ കർണാടകയെ കുറിച്ചിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ 2-3 മാസം മുന്നേ എത്രയോ ആളുകളെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു വാർത്ത ഉണ്ടായിരുന്നു. പിന്നെ അത് ഏകദേശം ഒരാഴ്ചയും കൊണ്ട് അത് തീർന്നു പോയി. പിന്നീട് അന്വേഷണം ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നീട് അത് വേറെന്തൊക്കെ രീതിയിൽ മാഞ്ഞു പോയി. അപ്പോൾ എല്ലാം മാഞ്ഞു പോവാതെ ഇപ്പം നമ്മൾ ഭൂമിയിൽ ഇപ്പോൾ ഒന്നും നിലനിർത്തി പോവില്ല. പക്ഷെ എന്തൊക്കെയോ ഒരു ദുരൂഹതമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് അതിൽ. തീർച്ചയായിട്ടും അത് അന്വേഷണം ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് കർണാടക സർക്കാർ പറയണു. ഇപ്പോൾ 2-3 മാസം മുന്നേ ഒരു കോഴിക്കോട് വെച്ചിട്ടൊരു പിന്നെ ആത്മഹത്യ ചെയ്യാണ്ടായി ഒരാൾ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കാം, നീതി കിട്ടണം എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഒരുപാട് ആത്മഹത്യകളും അങ്ങനെ ഒരുപാട് കണ്ടു. പക്ഷെ എന്നിട്ടും നമ്മൾ ഒരു രീതിയിലും മാറ്റപ്പെടുത്തുന്നില്ല ആരും കേട്ടോ. എന്നാൽ ഒരാൾക്ക് മാറ്റപ്പെടുത്താൻ ശ്രമിച്ചാലേ അയാളിലൂടെ മറ്റൊരാളും കൂടി മാറ്റപ്പെടുള്ളൂ. പക്ഷെ ഒക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ തന്നിഷ്ടം എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കേരളത്തിലെ ഓരോ മലയാളികളും പോയിക്കൊണ്ടിരിക്കുന്നതെന്നും കൂടി പറയാം. കാരണം ഇപ്പോൾ ഒന്ന് വയനാട് താമരശ്ശേരി വെച്ചിട്ട് പിന്നെ പിന്നെ എന്താ പറയുക, ഈ ഡിവോഴ്സ് കേസിന് വന്നിട്ട് കോടതിയുടെ മുമ്പിൽ വെച്ചിട്ട് പട്ടികളും നായകളും കൂടിയിട്ട് ഒരു എല്ലിന് കഷ്ണത്തിന് വേണ്ടിയിട്ട് കടി കൂടും. ഇപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം കാണാറില്ല കേട്ടോ. കാരണം പകുതി എന്താ പറയുക ആൾക്കാർ നായക്കൾക്കും പട്ടികൾക്കൊക്കെ അത്യാവശ്യം വിവരം വെച്ചു എന്ന് തോന്നണം. എന്തോ അവരൊന്നും പഴയ പോലുള്ള കടിപിടുത്തൊന്നുമില്ല. ഇപ്പോൾ കൂടുതലും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള അവസ്ഥകളിലൊക്കെ എത്തുമ്പോഴാണ് അവർ മനുഷ്യന്മാർ മൃഗങ്ങളെക്കാളും ഇതാവാന്ന്. എന്തോ അത് അങ്ങനെ തുടരട്ടെ, തീർച്ചയായിട്ടും തുടരട്ടെ. നമ്മുടെ കേരളത്തിൽ വെട്ടും കുത്തും ഇങ്ങനെ തന്നെ നടു റോഡിൽ വെച്ചിട്ട് ബസ്സുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഉണ്ടാവണോ, പോലീസുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഉണ്ടാവണോ, എന്താ പറയുക ബീലോമാരും അങ്ങനെ. ഇനി നമ്മുടെ കേരളം ഒരു എന്താ പറയുക ഒരു UP ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ ശരിക്കും ഇടപെടാത്തത് ഹിന്ദിക്കാരാണ്, അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അവരാണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ എന്താ പറയുക പിന്നെ നന്നായിട്ട് പണിയെടുത്ത് പെണ്ണ് കെട്ടി മലയാളി പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ട് അവരുടെ തലമുറ ഉണ്ടാക്കുകയാണ്. അത് കണ്ടിട്ട് അവരൊരു വീഡിയോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു പിന്നെ പുതിയ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അപ്പം കേരളത്തിൽ നിന്നല്ലേ ഇവർ പിന്നെ ഭക്ഷണം കഴിക്കുന്നത്, അതിൻ്റെ നന്ദി കാണിച്ചൂടെ എന്നൊക്കെ. എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യം? ആദ്യം ഇപ്പോൾ ഇവിടെ ബംഗാളികളെ കാണാനില്ല, ബംഗാളികളൊക്കെ അവർ പിന്നെ സംസ്ഥാനത്ത് വോട്ടെടുക്കാൻ പോയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആ അവസരം കൊണ്ട് മലയാളിക്ക് ഇറങ്ങി പണിയെടുക്കാം. അപ്പോൾ പൊതുവേ അപ്പോൾ നമ്മുടെ പിന്നെ കേരളത്തിൻ്റെ അവസ്ഥയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യപ്പോൾ ഫസ്റ്റ് ഇതിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങളൊരു പിന്നെ മൃഗങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത്. വാഹനം നിർത്തി കൊടുത്താൽ മൃഗങ്ങൾ നടന്നു പോകണം. അത് ആ മൃഗങ്ങൾ പിന്നെ ഇത് വീഡിയോ കണ്ടിട്ട് പഠിക്കുകയല്ല ശരിക്കും. അവർ ആ നാട്ടിലെ മനുഷ്യന്മാർ എങ്ങനെയാണ് റോഡിലൂടെ നടക്കുന്നത് അത് മൃഗങ്ങൾ കാണുമ്പോൾ അതേപടി അവർ സ്വീകരിക്കുകയാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുന്നേ തോന്നുന്നുണ്ട് ഇവിടെ കോടതിപ്പടി ആ ഇറക്കത്തിൽ പിന്നെ ഒരു നായ റോഡ് ക്രോസ് ചെയ്യാണ്. കോടതിപ്പടി ഇറക്കം എന്ന് പറയുമ്പോൾ അത്ര ഇറക്കമല്ല, ഏകദേശം. അപ്പോൾ അവിടെ ഒരു സീബ്ര ലൈനിലാണ് അത് ക്രോസ് ചെയ്യുന്നത്. ശരിക്കും അത് സീബ്ര ലൈനല്ല, അത് സ്പീഡ് ബ്രേക്കറിൻ്റെ ലൈനാണ്. അപ്പോൾ ആ നായ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഓരോ വണ്ടി ഇങ്ങനെ പോണ് കാണാൻ പറ്റും. അപ്പോൾ അവസാനം ഞാൻ കടന്നു കഴിഞ്ഞിട്ടാണ് ഒരു നായല്ലേ എന്തിനപ്പോൾ അതിനൊക്കെ നമ്മൾ പിന്നെ നിർത്തി കൊടുക്കണം എന്നുള്ളൊരു ദാക്ഷ്യത്തോടു കൂടി പോയി. പക്ഷെ അത് ബാക്കിൽ ഞാൻ സൈഡ് ഗ്ലാസ് നോക്കുമ്പോൾ അത് പിന്നെ പെട്ടെന്ന് ക്രോസ് ചെയ്ത് പോവുകയാണ്. കാരണം എന്തോ അതിന് തോന്നിയിട്ടുണ്ടാവും ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് സമയം പോകും, ഇവിടെ ആരും നിർത്തി തരില്ല. അപ്പോൾ അതേപോലെയാണ് ഇവിടുത്തെ ആൾക്കാർ കേട്ടോ. ഞാനിപ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ തട്ടിമുട്ടിച്ചും പറയല്ല. നമ്മൾ കുറേയൊക്കെ നമ്മുടെ റോഡിൽ കുറേയൊക്കെ മര്യാദകൾ കാണിക്കാണ്ട്, അത് കാണിക്കാത്തോളം കാലം നമ്മൾ ഇങ്ങനെ തന്നെയാവും തീർച്ചയായിട്ടും. അതിലൊരു മാറ്റമില്ല. അപ്പോൾ ഇവിടെ ഒന്നും ഒരു തിരക്കുമില്ല. ഇവിടെ ഇപ്പോൾ ഇവിടെ കല്ലടി കോളേജിൻ്റെ പിന്നെ ആ ഭാഗത്താണുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ കോടതിപ്പടി എത്താറാകുമ്പോഴാണ് തിരക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഒരു അലാഖിൻ്റെ വലിയ പിന്നെ എന്താ പറയുക ഇതേപോലുള്ള വാഹനങ്ങളിൽ പിന്നെ വരിക എന്ന് മാത്രമല്ല, അവർ ഫോണിൽ നോക്കിയിട്ടും ഇല്ലെങ്കിൽ കുട്ടികളെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് അവരോട് സംസാരിച്ചിട്ടും ബാക്കിലുള്ള വാഹനങ്ങളുടെ എന്താ പറയുക ആവശ്യം അവരറിയില്ല. അതേപോലെ തന്നെ ഈ ബൈക്കുകാരും ഇതേപോലെ തന്നെയാണ്. കാരണം അവർ ശരിക്കും നമ്മൾ റോഡിൽ ഏത് വാഹനമായിക്കോട്ടെ നമ്മൾ ഓടിക്കുമ്പോൾ നമ്മൾ ഇടവും വലവും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് റിയർ വ്യൂ മീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ഗ്ലാസ്.
അതിലൂടെ നോക്കിയിട്ട് നമ്മൾ വാഹനം ഓടിക്കണം. നമ്മൾ മറ്റുള്ള കഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഇത് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ അറിയാവുന്നെങ്കിൽ നിങ്ങളാണ് ശരിക്കുള്ള ഡ്രൈവർ എന്ന് പറയുക. അതാണ് ഡ്രൈവർ എന്ന് പറഞ്ഞത് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ അരമുറി പിന്നെ അറിവുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അപകടങ്ങൾ കാണാം. ഞാൻ നേരിട്ട് അപകടങ്ങൾ കണ്ടിട്ടില്ല കാര്യമായിട്ട്. കാരണം എനിക്ക് കാണാൻ ഇഷ്ടമല്ല, കാരണം താല്പര്യപ്പെടുന്നില്ല. നമ്മളിപ്പോൾ അപകടപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു കാര്യം പറയുക അല്ലെങ്കിൽ ചെയ്യുക, ഇപ്പോൾ വീഡിയോ എടുക്കുക, അതിനോട് താല്പര്യമില്ല. നമ്മൾ അത്രയും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയെന്നല്ല, മറ്റുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും. പക്ഷെ അതും കൂടി നമുക്കത് അംഗീകരിക്കാൻ വയ്യ എന്നുള്ളൊരു ധാർഷ്ട്യം മനോഭാവമാണ് നമുക്ക്. ശരിക്കും അതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക ശരിക്കുള്ളൊരു സ്വഭാവ മാറ്റം കൂടി എന്ന് പറയാട്ടോ. അപ്പോൾ നമുക്കിനി നഗര വീതികളിലൂടെ ഒന്ന് പോയോക്കാം. ഞാൻ പഴയ മാതിരിയിലൊരു ഇൻട്രസ്റ്റ് വരുന്നില്ല. ശരിക്കും ഇൻട്രസ്റ്റ് പറഞ്ഞാൽ ആ ഇൻട്രസ്റ്റ് അല്ല, മൊത്തത്തിൽ എന്തൊക്കെയോ പോലെ തോന്നുക, എവിടെയൊക്കെയോ ഒരു പണി പാളി എന്നൊരു സംശയം. അതായത് പണി പാള് പറഞ്ഞാൽ മൊത്തത്തിൽ പാളല്ല, പക്ഷെ ഇന്നലെ നല്ല തിരക്കായിരുന്നു. ഇന്നും നല്ല തിരക്കാണ്. എന്താണെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ലാറില്ലേ. അപ്പോ നമ്മളങ്ങനെ നഗര പ്രാന്ത പ്രദേശത്തേക്കൂടെ വന്നിക്കാണ്. ഇവിടെ ശരിക്കും കോടതിപ്പടിയില് ഈ പെട്രോൾ പമ്പിന്റെ മുമ്പില് ഒരു 2 സീബ്ര ലൈനെങ്കിലും വേണം. കാരണം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ആൾക്കാർ പാസ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അതാരും എന്താ പറയുക ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ അപകടമൊന്നും ഉണ്ടായിട്ടില്ല. എന്നിരുന്നാൽ പോലും ഒരു 2 വശങ്ങളിൽ, ഇപ്പോൾ ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ ആ ബസ് ഇറങ്ങുന്നിടത്താണ് ഒരു സീബ്ര ലൈൻ ഉള്ളത്, പിന്നെ കുറച്ച് അതിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ ഒരു ബസ് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ, അല്ലെങ്കിൽ ബസ് ഇറങ്ങി വരുന്ന സ്ഥലത്തും ബസ് കയറി പോകുന്ന സ്ഥലത്തും ആണെങ്കിൽ പിന്നെ ബ്ലോക്ക് കൂടുതലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ടെങ്കിൽ വലിയ അടിപൊളിയായി എന്നും കൂടി പറയാം. അല്ല, ആർക്കും ഇപ്പം അടിപൊളിയായി കാണാനുള്ളൊരു താല്പര്യമില്ല. അവർക്ക് ആ താല്പര്യത്തിലല്ല, ഇവര് മറ്റെന്തോ എന്താ പറയുക ഒരു ഇതിലാണ്. അപ്പോൾ നമ്മുടെ ഈ മലയാള വാർത്താ മാധ്യമങ്ങൾ നമ്മുടെ കേരളത്തിലുള്ള ഒരു മോഷണ പരമ്പര കഴിഞ്ഞ 2 ദിവസം മുന്നേ ഏതോ ഒരു ആള് വന്നിട്ട് പറയണ്ട, ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് 550 കോടി രൂപയുടെ മുതല് കാണാനില്ല, അത് നിങ്ങൾ അന്വേഷിക്കണം, ഞാൻ പിന്നെയും വരാം, ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെ കുറിച്ചിട്ട് പറയാനെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയതാണ്. പക്ഷെ അത് വാർത്താ മാധ്യമത്തിൽ കാര്യമായിട്ട് കണ്ടില്ല. കാരണം ഇവരെന്താ അത് കൊടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സർക്കാരിന്റെ പ്രതിനിധികളായിരിക്കാം. അപ്പൊ അതില് മൂപ്പര് പറഞ്ഞത് BJP-ക്കാരാണ്, ശോഭാ സുരേന്ദ്രനും സുരേഷ് ഗോപിയും അങ്ങനെ ഉണ്ട് എന്നൊക്കെയാണ് അവര് പറയണത്. അവരെന്ന് പറയുമ്പോൾ ആ വാർത്ത ഫസ്റ്റ് നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ആളാണ്. അപ്പൊ അതിന് മീഡിയക്കാരെ ഡിലീറ്റ് ചെയ്തോ എന്തോന്ന് അറിയില്ല കേട്ടോ, നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഇതില്ല. അപ്പോൾ ഇതൊക്കെ മറച്ചു പിടിക്കാനാണ് ഈ ശബരിമല വിഷയം കൊണ്ടുവന്നതും പിന്നെ ഇവര് ഓരോ ദിവസം ഓരോ വാർത്തകൾ ഇങ്ങനെ പടപ്പിച്ച് വിടുന്നത് അതിനെ സംബന്ധിച്ചിട്ടില്ല, അത് മറയ്ക്കാനുള്ള ഒരു കാര്യമാണ് എന്നാണ് അവര് പറയണത്. ശരിക്കും അങ്ങനെ തന്നെയാണ്, മൊത്തത്തില് അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ്. അപ്പൊ ഇവര് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് മറച്ചു വെച്ചിട്ടുണ്ട് വാർത്തക്കാര് മുക്കണിപ്പോ. ഇനിയിപ്പോ നമ്മള് മോദി ഭരിക്കുന്ന സ്ഥലത്തോ BJP-നെ കുറിച്ചിട്ടോ ഒന്നും പറയില്ല. പക്ഷെ ഓരോ ദിവസം ഇപ്പോ ശോഭാ സുരേന്ദ്രൻ ഇന്നിപ്പോ ഒരു ഒരു കാൻഡിഡേറ്റിനോട് സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വളരെ മോശമായിട്ട്, നീ സൂര്യയുടെ കൂടെ കറങ്ങാൻ പോവല്ലേ, നീ സൂര്യയുടെ കൂടെ കിടന്നു കൊടുക്കാൻ പോയതല്ലേ. വളരെ എന്താ പറയാ, അവരൊക്കെ ഇനി ഒരു പൊതുപ്രവർത്തക അല്ലെങ്കിൽ ഒരു നിയമസഭയിൽ എത്തേണ്ട ആള് അല്ലെങ്കിൽ ഒരു MLA ആയിരിക്കേണ്ട ആള് ഇനിയിപ്പോ ഏതെങ്കിലും രീതിയിൽ അവർ ജയിച്ചു എന്ന് വെക്കുക. പക്ഷെ എങ്ങനെ ആയിരിക്കും പിന്നീട് അവര് പ്രൊമോട്ട് ചെയ്യുക, പ്രചോദിപ്പിക്കുക, എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അവരെ കുഴി തന്നെ അവര് തോണ്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതില് നമുക്ക് ഇവരെ ജയിപ്പിക്കണം എന്നുള്ള ഒരു എന്താ പറയാ ഉത്സാഹം ഉണ്ടായിരുന്നു. പക്ഷെ അവര്
ഇവരെ ഇതുപോലുള്ള പ്രഹസനങ്ങളാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ജയിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ ഒരു എന്താ പറയാ നിലപാട് ഓരോ രീതിയിലാണ്. ഇപ്പൊ ഞാനൊന്ന് പറയാം, അല്ല വേണ്ട നമുക്കൊന്ന് പറയാം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇറച്ചികൾ കയറ്റി വിടുന്ന രാജ്യം ഏതോ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ തന്നെയാണ്. എന്നിട്ടോ പശു കടത്തി എന്ന് പറഞ്ഞിട്ട് ഈ വാഹനത്തിലുള്ള ഡ്രൈവർമാരെ അതിലുള്ള ആൾക്കാരെയൊക്കെ ഇവര് അടിക്കുക, കൊല്ലുക, എന്നിട്ട് അതിന് യോഗി ആദിത്യനാഥിന്റെ പോലീസ് എന്താണ് ചുക്കാൻ പിടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോ എന്താണ് ഇതില്? കാരണം അവര് തന്നെ കയറ്റുമതി ചെയ്തിട്ട് അവര് തന്നെ കൊല്ലാനുള്ള ആൾക്കാരുണ്ടാക്കുക. അതാണോ ശരിക്ക് ഉള്ളൊരു എന്താ പറയാ രീതി? അതൊന്നും പിന്നെ എന്താ പറയാ അത് നല്ലൊരു നടപടിയല്ല. കാരണം ഇവര് യേശുദേവനെ പിന്നെ പട്ടാളക്കാരടിക്കുമ്പോ അവര് യേശുദേവൻ പറയുന്നുണ്ട് അത്രേ, നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ സിനിമയിൽ കണ്ടാണ്, ഇവരോട് ക്ഷമിക്കണമേ, ഇവര് ചെയ്യുന്നത് എന്താണെന്ന് ഇവർ പോലും അറിയുന്നില്ല പിതാവേ എന്ന് പറഞ്ഞത്. അപ്പൊ പക്ഷെ അതല്ല ശരിക്കും അവര് ചെയ്യണത്. അവര് ഇപ്പൊ ഞാൻ ചെയ്യണത് എന്താന്ന് എനിക്കറിയാം. അത് ദൈവപുത്രനായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് ക്ഷമിക്കാനും, അല്ലെങ്കിൽ ഇപ്പോ എന്നോ എന്താ പറയാ പടായിട്ടുണ്ടാവും. അപ്പോ നമ്മളൊക്കെ ഏത് ലോകത്താണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ്, എവിടെയാണ്, എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പോലും നമ്മളിപ്പോ തിരിച്ചറിയുന്നില്ല. ആദ്യം പറഞ്ഞ പോലെ എല്ലിൻ കഷ്ണത്തിന് വേണ്ടിയിട്ട് നായ്ക്കളും പട്ടികളും അടി കൂടുന്ന മാതിരിയാണ് ഇപ്പൊ റോഡ് കടന്നിട്ട് അടി കൂടുന്നത്. അത് എന്താണ് ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ഇതിലും കൂടും, ഉറപ്പാണത്. ഇതിലും കൂടി നമ്മള് തന്നെ സ്വയം ഇല്ലാതെയാകും.